ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം. അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇത് നോമ്പ് 28-ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാസർഗോഡ് സ്പെഷ്യൽ പുളിവാളത്തിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വൈകുന്നേരം 4:30 കിച്ചണിലേക്ക് വരുമ്പം അപ്പം ഞാൻ ബീഫ് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുപ്പ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ തന്നെ അത്താഴത്തിന് എണീച്ചു പച്ചരി പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ല പുളിവാള ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം കുറേ ആയിട്ട് പുളിവാള ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ വിചാരിച്ച് പുളിവാള ഉണ്ടാക്കാം, പിന്നെ ബീഫായിട്ടൊരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നല്ല നെയ്യുള്ള ബീഫ് എടുക്കണം കേട്ടോ. നെയ്യും എല്ലും ഒക്കെ ഉള്ള ഇതുപോലത്തെ ബീഫ് എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കൂടുതൽ നെയ്യും എല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇറച്ചി മാത്രം ഉണ്ടാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതൊരു 1/2 കിലോ ബീഫ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ പുതിർത്ത് വെച്ചിരുന്നത്. അത് നല്ലോണം കഴുകി വാഷാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫും കഴുകിയിട്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ സ്റ്റൂവിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കാനും ആദ്യം പച്ചമുളക്, ഒരു 4 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് മിക്സിയിലിട്ട് ക്രഷാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ചതച്ചെടുക്കണ്ട, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ഉരുളൻകിഴങ്ങ്, ഒരു അത്യാവശ്യം വലിയ ക്യാരറ്റ് ഇട്ടാൽ അതെല്ലാം തൊലി കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ, ഒരു മീഡിയം സൈസ് വലിയ തേങ്ങ എടുത്തിട്ട് ചിരണ്ടിയിട്ട് അതിൻ്റെ പാലെടുക്കണം കേട്ടോ. അതായത് 1-ാം പാലും 2-ാം പാലും എടുക്കണം. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷാക്കി എടുക്കുക. എന്നിട്ട് ഇതാ ഒരു മുണ്ട് വെച്ചിട്ട് ഞാൻ 1-ാം പാലെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അരിപ്പനെക്കാട്ടും ഇഷ്ടം അതുപോലെ മുണ്ടിൽ പിഴിഞ്ഞെടുക്കാനാണ്. ഞാൻ വേറെ തന്നെ മുണ്ട് മാറ്റി വെക്കലുണ്ട് കേട്ടോ അതിനായിട്ട്. അപ്പോൾ 1-ാം പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1.5 കപ്പ് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ എടുക്കുന്നുണ്ട്. 2-ാം പാലും അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതാ 2-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് 2 കപ്പ് ഒഴിച്ചോളിയിട്ടാണ് നമുക്ക് ബീഫ് ഈ 2-ാം പാലിലാണ് വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ 1-ാം പാലും 2-ാം പാലും ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ അതാ 3 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് 3 ഉള്ളി എടുത്താൽ മതി. അതാ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിലും പിന്നെ ഈ ഒരു ചോപ്പറില്ലേ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എവിടുന്നാ വാങ്ങിച്ചെന്നല്ല. അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചെന്ന്. പക്ഷേ ഇതിനെക്കാട്ടി നല്ല സ്റ്റീലിൻ്റെ, ഇത് ഗ്ലാസിൻ്റെ ആണ്, നമ്മൾ അത്രയും നോക്കി എടുക്കണം കേട്ടോ. പക്ഷേ സ്റ്റീലിൻ്റെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളതാണ് ട്രെൻഡിയോളിൽ. ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട് കേട്ടോ, ചെറിയ പൈസക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഓരോരോ പീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1/2 കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതാ ഉള്ളി ചോപ്പ് ചെയ്തില്ല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ലേ ഒന്ന് ക്രഷാക്കി എടുത്തത് അതിതാ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു ബീഫ് സ്റ്റൂക്കിൽ എന്തായാലും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുപോലെ തന്നെ ക്രഷാക്കിയിട്ട് ഇട്ടെടുക്കാൻ നോക്കട്ടോ. കാര്യം വേറെ മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ അത് വലിയ ഇതുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ക്രഷാക്കി ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇതാ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബീഫിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി ബീഫൊന്ന് ഇതിൽ തന്നെ വെള്ളം കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കുക. വിസിലിടാതെ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. വിസിലിട്ട് കൊടുക്കണ്ട, അത് മൂടി വെക്കാം. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ആ വിസിൽ വരുന്ന ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ അത് കണ്ട ആവി ഇങ്ങനെ വരും. ആ ഒരു ടൈമിൽ 2 മിനിറ്റ് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ്. എന്നിട്ട് ഇതാ ഒരു വൈറ്റ് കളറാവും ബീഫെല്ലാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2-ാം പാല് മാറ്റി വെച്ചില്ലേ അത് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടോ. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല പൗഡറില്ല അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പം ബീഫ് മുങ്ങിക്കെടുക്കുന്ന ആ ഒരു ലെവലിലാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലുള്ളത്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുമ്പം 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. അപ്പം ബീഫ് എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പം 1/2 കിലോ ബീഫിനനുസരിച്ചുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള
ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. ഒരു 4-5 വിസിലാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് പുളിവാളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കാസർഗോഡ് സ്പെഷ്യലാണ് ഈ ഒരു പുളിവാളം. ഇതിൻ്റെ മുന്നേ ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ 2 കപ്പ് പച്ചരി നല്ലോണം വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് ചോറ്, 1.5 കപ്പ് ചോറ്, വേവിച്ച ചോറും പിന്നെ 1 കപ്പ് നിറച്ച് തേങ്ങ കേട്ടോ. തേങ്ങ കൂടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഒരു ബൗളിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ചെറുതായിരുന്നു, അപ്പോൾ വലിയ ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് പച്ചരി ചേർത്ത് കൊടുത്ത്, ചെറിയ ബൗളായതുകൊണ്ട്. അപ്പോൾ വലിയ ബൗളെടുത്തിട്ട് അതിലേക്ക് തന്നെ മുഴുവൻ പച്ചരിയും ചേർത്ത് കൊടുത്ത്, പിന്നെ ചോറും ചേർത്ത് കൊടുത്ത്, തേങ്ങയും ചേർത്ത് കൊടുത്ത്, പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൈവച്ചിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ അരച്ചെടുക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം തന്നെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി വെള്ളം. എന്നിട്ട് പിന്നെ സെക്കൻഡ് അരച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരച്ച മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പം നല്ലോണം സൂക്ഷിക്കുക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പുളിവാളം തീരെ ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് അരച്ചപ്പം കുറച്ച് വെള്ളം കൂടിപ്പോയി. പിന്നെ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ലാസ്റ്റ് ഇതിനെ അരച്ചെടുക്കുന്നത് കുറച്ച് കട്ടിയിലും ഇതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് വെള്ളം, അതായത് മിക്സിയിലിട്ട് അരക്കുമ്പം വെള്ളമില്ല, അതിൻ്റെ സൗണ്ടെല്ലാം മാറുന്നല്ലേ. അപ്പം ഒരു തുള്ളി 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഇറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. കൂടി പോവേണ്ട. എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്കായിട്ട് ആക്കുന്നത് ഒരു ബീഫിൻ്റെ സ്റ്റീം ചെയ്തിട്ടാണ് ആക്കുന്നത്. നമ്മളത്ര ഫ്രൈ ചെയ്യലില്ല. ഇന്ന് തന്നെ ഇപ്പോൾ പുളിവാളം ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളിതുവരെ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങനൊന്നും കൂടുതലൊന്നും ആക്കിയിട്ടൊന്നുമില്ല. സ്നാക്ക് ഉണ്ടാക്കാനുള്ള മസാലയെന്ന് അത് ബീഫ് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പട്ടാണിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബീഫ് വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. കുറച്ച് മസാല ആക്കി അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ബീഫ് 1/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനൊന്ന് തീ ഓഫാക്കിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഉരുളങ്കിഴങ്ങ് 2 എണ്ണം, 1 ക്യാരറ്റ് കുറച്ച് വലിയ പീസാക്കി ക്യൂബ്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ മതി. നിങ്ങൾ കണ്ടില്ല. പിന്നെ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അത് വേവിച്ചതാണ്. അപ്പം നിങ്ങളടുത്ത് വേവിച്ചില്ല എന്ന് അത് ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 വിസിലാക്കിയിട്ട് ബീഫ് തീ ഓഫാക്കിയിട്ട് 2 വിസിലാക്കിയിട്ട് അടവെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഇത് സ്റ്റീം ചെയ്തിട്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ഒരു 3 കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ മാവ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ദോശൻ്റെ ബാറ്ററൊക്കെ അല്ലേ, അത്ര ലൂസാണ്ട, കുറച്ച് കട്ടിക്ക് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് ഉപ്പ് നോക്കട്ടെ, ഉപ്പ് കറക്റ്റ് ഉണ്ടാന്ന്. നമ്മൾ ആദ്യം ആ ഒരു മാവിൽ തന്നെ ഉപ്പിട്ടിട്ട് തന്നെ അരച്ചെടുത്തത്, അതുകൊണ്ട് ഉപ്പുണ്ട്. ഞാൻ കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞില്ല, അതിനായിട്ട് ഞാൻ കേക്ക് ടിന്നില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ചെറുത് നന്നിട്ടായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആദ്യം ഒരു 2 കയ്യിൽ ബാറ്റർ ആ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ അതിൻ്റെ മുന്നായിട്ട് നെയ്യ് തടവി കൊടുക്കണം കേട്ടോ. ആ ടിന്നിൽ നെയ്യ് തടവി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റീം ചെയ്യാൻ ആദ്യം തന്നെ വെള്ളം വെക്കണം കേട്ടോ. ചൂടായതിൻ്റെ ശേഷം മാത്രം നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് സെറ്റായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ശേഷം ഏത് ഫില്ലിങ്ങും നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ബീഫിൻ്റെ ഫില്ലിങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലും ഞാൻ പട്ടാണി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. ആദ്യത്തെ മാവ് സെറ്റ് ആയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് ചിക്കൻ ആയാലും ഏത് ഫില്ലിങ് ആയാലും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ നല്ലോണം ഫില്ലിങ് ഇട്ടെടുത്ത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 2 കയ്യിൽ മാവ് ഒഴിച്ചെടുത്ത് ബാക്കിയുള്ളതും കൂടെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടി കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയാവും കേട്ടോ. ഞാനിതാ പുളിവാള ഉണ്ടാക്കുക. ഞാനിതാ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പുളിവാള ഉണ്ടാക്കാൻ അതിനായിട്ട് ഇങ്ങനെ കാസർഗോഡ് ഉമ്മമാർക്കൊക്കെ അറിയാം കേട്ടോ. അത് കറക്റ്റ്
കറക്റ്റ് ആ ലെവലിൽ ഇങ്ങനെ വരണം. ഇങ്ങനെ വലിച്ചെടുത്താൽ പിന്നെ കൈയെല്ലാം നോക്കണം. അത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും. ആദ്യം എനിക്ക് എന്തെല്ലാം വളഞ്ഞിട്ട് എയറോപ്ലെയിനും എന്തെല്ലാം ആയിരുന്നു കേട്ടോ. പിന്നെ അത് റെഡി ആയത് മാവ് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി, ഓയിൽ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നീളത്തിൽ വരും. ഞാൻ അതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുളിവാളം ഇപ്പം ഞാൻ കുറച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊരു 10 മണിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ വിശക്കുമ്പം അങ്ങനെ ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം സ്പീഡ് ഉണ്ട് ആക്കുകയെന്ന്. പിന്നെ ബീഫിൽ ഉരുളങ്കിഴങ്ങും അതുപോലെ ക്യാരറ്റും ബീൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഓഫാക്കി വെച്ചിന് 2 വിസിൽ എന്നിട്ട് അതിൻ്റെ ആ ഒരു എയർ പോയിൻ്റ് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് തേങ്ങാപ്പാലില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടാണ്. കുറച്ചൊരു തിക്ക് പോലെയാണ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതാ ഈ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വറവിടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുക. അന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പില്ലേ അത് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ഇടുക. മുന്തിരി ഇഷ്ടമുള്ളവർ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ആ തുമ്മിച്ചിന്നിൽ. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കട്ടോ. ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ അതവിടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യക്കുത സ്റ്റീം ചെയ്യാൻ വെച്ചില്ല സ്നാക്ക്, അതും റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. നമ്മൾ നെയ്യെല്ലാം തടവി കൊടുത്തല്ലേ ആ ടിന്നിൽ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് ഫില്ലിങ് വെച്ചിട്ടും നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ്റെ ഫില്ലിങ്ങെല്ലാം വെച്ചിട്ട് ഞാൻ മുന്നേ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മളെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. വെള്ളപ്പം, പത്തിരി, പൊറോട്ട ഇതിലേക്കെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പുളിവാളം ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലോ ആകൃതിയായിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാം നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗത്ത് ചെറിയൊരു ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. പിന്നെ ജ്യൂസാക്കിയിട്ടുണ്ട്. നമ്മൾ ഹെൽത്തി പൗഡർ വെച്ചിട്ട് ഈത്തപ്പഴം ഇട്ടിട്ട് തൈര് ഇട്ടിട്ട് അങ്ങനെ ജ്യൂസാക്കിയതാണ്. പിന്നെ ബത്തക്ക. അപ്പം നോമ്പ് ലാസ്റ്റായി, പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം. അത് വല്ലാത്തൊരു ഫീലാണല്ലേ. അതിനിപ്പം വിട വാങ്ങാൻ പോവാണ്. എന്തോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നോമ്പ് ഇങ്ങനെ തീരാനാകുമ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ ഉമ്മാക്കെല്ലാം പ്രത്യേകം ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പീസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കട്ടെ, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ഈ ഒരു വീഡിയോസിന് തന്നെ വന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനോട് മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.